ഈ തുമ്മലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാവേ. ഈവനിങ് ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് എൻ്റെ കുറച്ച് കസിൻസ് പൊടീസ് എല്ലാവരും കൂടെ കുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഗ്രാമം. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. ഇവിടെ അമ്പലക്കുളമാണ്, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചേർന്നിട്ടുള്ള ഒരു കുളമാണ്. നല്ല രസം അവിടെ കാണാൻ. ഞാൻ ഈ കുളത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു 8-9 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കാനും മഴ കൊള്ളാനുമാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എന്ത് ഭംഗിയാണ് കാണാൻ. പഴയ ഭംഗിക്ക് കുളത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലേ. അതിനേക്കാളും ശരിക്കും ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയെന്ന് പറയാം. ഇവിടെ നിറയെ മീനുണ്ട്. സൈഡ് കൂടെയൊക്കെ നിറയെ മീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും കൈ കൊണ്ടൊക്കെ പിടിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ആ ചെറിയ പൊടീസൊക്കെ ഇങ്ങനെ മീനിനെ പിടിച്ചിട്ട് തിരിച്ച് ആ വെള്ളത്തിൽ തന്നെ വിടും. അപ്പുറത്താണ് ആൺകുട്ടികൾ കുളിക്കുന്നത്. അവർ ചുമ്മാ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയത്. എനിക്ക് ഇവർ ചാടുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും. എന്തൊരു ചെറുതാണെന്നറിയോ ഇവരൊക്കെ. ഇവർക്കൊന്നും വെള്ളത്തിൽ ചാടാൻ ഒട്ടും പേടിയില്ല. ഞാനാണെങ്കിൽ ഇപ്പോഴും ആ പടീൻ്റെ ആ സൈഡിലിരുന്നിട്ട് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. നല്ല രസം. ഇവരിങ്ങനെ ഓടിപ്പോയി ചാടുക, വീണ്ടും ആ പടിയിൽ കൂടെ കയറി വരിക, വീണ്ടും ചാടുക. ഇതൊക്കെ എൻ്റെ അനിയന്മാർ തന്നെയാണ് കേട്ടോ. കസിൻസ് ബ്രദർ തന്നെയാണ്. എൻ്റെ ചെറിയച്ഛൻ്റെയും വല്യച്ഛൻ്റെയും മക്കളൊക്കെയാണ്. ഇവൻ കണ്ട ചെറുത്, ഇവന് വെള്ളത്തിൽ കളിക്കാൻ പേടി എന്നെ പോലെ. അപ്പോഴേക്കും നല്ല മഴ പെയ്തേ. ഞങ്ങളെല്ലാവരും അത്യാവശ്യം നന്നായി മഴയത്ത് കളിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോണത്. ഇത് എന്തായാലും അമ്മമാർ കണ്ട വഴക്ക് കിട്ടും. അതിലുള്ള തുമ്മലാണ് ഇതൊക്കെ. വീടെത്തി തന്നിട്ടൊരു ചുക്ക് കാപ്പി വെച്ച് കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ കുളത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. പിള്ളേരെല്ലാവരും കൂടെ എന്നെ കുളത്തിലിട്ട് മുക്കി. അങ്ങനെ നല്ലൊരു ചുക്ക് കാപ്പിയും കുടിച്ച്